ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്ത ദിവസം കൂടെ നൽകിയിരിക്കുക. നമുക്ക് ആണ്ടവരെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിച്ചിടാം. ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. നമ്മൾ ഇപ്പോൾ എപ്പിസോഡ് 165 C14 ആണ് നമ്മൾ പഠിക്കുന്നത്. 165 C14 നമ്മൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് കൊലോസ്യ പുസ്തകത്തിൽ 1:16 വാക്യം താൻ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പാക്കില്ല, നമുക്ക് എന്നതാണ് നമുക്ക് ഇതിൽ ആണ്ടവർ നമ്മളോട് പേശുന്ന നമുക്ക് ശ്രവിച്ചിടാം. നമുക്ക് ആണ്ടവർ നമുക്ക് ചിത്തമായി എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയിട്ട് അവൻ്റെ ചിത്തമനുസരിച്ച് നമുക്ക് അവന് വേണ്ടി നമുക്ക് പ്രയത്നിച്ചിടാം. അതുതാൻ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് ആണ്ടവരുടെ മഹത്വത്തെ പറ്റി താൻ ഇങ്ങനെ അവൻ എത്ര മഹിഴ്ചയുള്ളവൻ എന്ന് താൻ നമ്മൾ പാക്കാൻ പോകും. ആണ്ടവരായ യേശു ക്രിസ്തുവിനെ പറ്റി താൻ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ആണ്ടവരായ യേശു ക്രിസ്തു എത്ര മഹിഴ്ചയുള്ളവൻ, അല്ലെങ്കിൽ അവൻ എത്ര മഹത്വമുള്ളവൻ എന്ന് നമുക്ക് ഇങ്ങനെ വാസിച്ചിടാം. നമ്മൾ ഇങ്ങനെ ഈ 16 വാക്യം വാസിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊഞ്ചം പിന്നാടി പോയിട്ട് നമ്മൾ 14 തൊട്ട് നമുക്ക് പാക്കലാം. 14 whom we have redemption through his blood. അവനാൽ നമുക്ക് എന്നാ കിടച്ചാച്ചേ? നമുക്ക് വീണ്ടെടുപ്പ് കിടച്ചാച്ചേ. അവൻ നമ്മളെ വീണ്ടെടുത്തവൻ താൻ. അവൻ അതിനെപ്പറ്റി നമുക്ക് പാക്കലാം. നമുക്ക് വീണ്ടെടുപ്പ് തന്നവൻ താൻ. അത് മറ്റും താനല്ല. അത് എപ്പടി നമുക്ക് വീണ്ടെടുപ്പ് തന്നെ? അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് തന്നിരിക്കുക. അവൻ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് നമ്മളെ വീണ്ടെടുത്താച്ചേ. അത് മറ്റുമല്ല, പിന്നെ എന്നാ വാക്യം? അവൻ നമുക്ക് പാപത്തിൽ നിന്നും നമുക്ക് ശാപത്തിൽ നിന്നും നമുക്കതിൽ വിടുതൽ തന്നാച്ചേ. അതിൽ ഫൊർഗീവ്നെസ്, അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് നമ്മളെ മാറ്റിയാച്ച്. ഫൊർഗീവ്നെസ്, അതായത് അവൻ നമ്മളോട് മன்னிச்சாச்சு. ഇതാണ് ഇങ്ങനെ சொல்லுது 14 വാക്യത്തിൽ. നമ്മൾ 15 വാക്യത്തിൽ അവൻ ആരാണ് ഇപ്പടി പണിയത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതുതാൻ നമ്മൾ ഇനിയും 15 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത്. എങ്കിൽ ഹൂ ഇസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അവൻ ആണ്ടവരായ യേശു ക്രിസ്തു അവൻ ആര് താൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ നമുക്ക് എഴുതിയിരിക്കുക. അത് നമുക്ക് പിടിയും. അവൻ ചിന്ന വ്യക്തിയല്ല. അവൻ ഒരു പാവപ്പെട്ട ഒരു യഹൂദനല്ല. അവൻ ആരാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എങ്കിൽ 15 വാക്യത്തിൽ അവൻ ആണ്ടവരായ തഹപ്പനായ ആണ്ടവരുടെ അവൻ എന്താണ് சொல்லுന്നത്? ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. കാണാൻ പറ്റാത്ത ആ ദൈവത്തിൻ്റെ രൂപമാണ്, അവൻ്റെ സ്വരൂപമാണ്, അവൻ്റെ ഛായയാണ്. അപ്പടിയെന്ന് ചൊല്ലിയാൽ നീ ഒരു കണ്ണാടിയുടെ നിന്റെ മൂഞ്ചി പാക്കുമ്പോൾ നിന്റെ മൂഞ്ചി കാണുന്ന മാതിരി താൻ നീ ആണ്ടവർ சொல்லுது. ഇങ്ങ വചനം சொல்லுது, അവൻ ആ തഹപ്പനായ ആണ്ടവരുടെ സെയിം അവനെ പോലെ തന്നെ ഇരിക്കുന്ന, അല്ലെ അവൻ തന്നെ താൻ ഈ യേശു ക്രിസ്തു. അവനാണ് നമുക്ക് രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മുടെ പാവത്തെ നമുക്ക് മன்னிച്ചത് അവൻ താൻ. അത് മറ്റും താൻ നമ്മൾ വാസിക്കുന്നത്. The firstborn of every creature. അവൻ താൻ ഈ ലോകത്തിൽ സകലത്തിനും മുന്നേ ഉണ്ടായിരുന്നത്. അതായത് ആ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തു താൻ ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുന്നേ, അല്ലെങ്കിൽ ഒന്നുമേ ഇല്ലാത്ത സമയത്ത് അവൻ താൻ ഫസ്റ്റ് പേഴ്സൺ, അതായത് ഫസ്റ്റ് ബോൺ എന്ന് ചൊല്ലിയാൽ ആദ്യജാതൻ. അവൻ താൻ ആദ്യം ഉണ്ടായിരുന്നത്. അവൻ താൻ നമുക്ക് വേണ്ടി വേല ചെയ്ത്. 16 വാക്യം നമ്മൾ വാസിക്കുക. ഇനിയും അവനെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് അതിനെപ്പറ്റി വിവരിച്ചാച്ച് എന്നാ சொல்லுது? For by him were all things created. അവനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു.
അതായത് നിങ്ങൾ കണ്ണുകൊണ്ട് പാക്കുന്നത് എല്ലാമേ, അതായത് നീ എന്നാ പാക്കതോ സ്വർഗത്തിലാണെങ്കിലും ഭൂമിയിലായാലും അല്ലെങ്കിൽ സമുദ്രത്തിലായാലും നീ എന്നാക്കാൻ നിന്റെ കണ്ണുകൊണ്ട് പാക്കാൻ പറ്റുമോ? അതിൻ്റെ ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ്, അത് നമുക്ക് കാണാൻ വയ്യാത്തതും അവൻ താൻ സൃഷ്ടിച്ചത്. അതായത് നമുക്ക് പല കാര്യങ്ങളിലേക്ക് അത് നമുക്ക് കാണാൻ വയ്യാത്ത പല കാര്യങ്ങളിലേക്ക് അതെല്ലാം അവൻ താൻ സൃഷ്ടിച്ചത്. അന്നേരം അവൻ ആരാം? അവനാണ് സൃഷ്ടിപ്പ് മുഴുവനും നടത്തിയവൻ. അതായത് യേശു ക്രിസ്തു താൻ സൃഷ്ടിപ്പ് ചെയ്തത് എന്നെങ്കിൽ சொல்லுது. അവൻ ആര്? പിന്നെ അടുത്ത എന്നാ சொல்லுது? അവൻ എവിടെ? ക്രിയേറ്റഡ് ദാറ്റ് ആർ ഇൻ ഹെവൻ. അവൻ എங்கே സൃഷ്ടിച്ച് എന്ന സ്വർഗത്തിൽ. അതായത് സ്വർഗത്തിൽ നമുക്ക് കാണാൻ മുടിയാതെ സ്വർഗത്തിൽ. എന്നാൽ നമ്മൾ രാത്രിയിൽ നമ്മൾ പാക്കുമ്പോൾ നമുക്ക് അവിടെ ചന്ദ്ര നക്ഷത്രങ്ങളെ നമുക്ക് പാക്കാൻ മുടിയും, പകൽ സൂര്യനെ പാക്കാൻ മുടിയും. ആ രാത്രിയിൽ എത്രയോ കോടാനുകോടി ആ നക്ഷത്രങ്ങളിലേക്ക്, ആ നക്ഷത്രങ്ങൾ അതായത് അതെല്ലാമേ ആണ്ടവർ താൻ പണിയിരിക്കുന്നത്. അതായത് അവൻ താൻ സൃഷ്ടിച്ചത്, അവൻ താൻ പണിയത്, വേറെ ആരുമല്ല. അതായത് നീ എന്നെ പാക്കതോ നിനക്ക് കാണാൻ വയ്യാത്ത ആ നക്ഷത്രങ്ങൾ വരെ അവൻ താൻ, അത് നമ്മൾ വേറെ വാക്യത്തിൽ വാസിക്കുന്നുണ്ട്. എന്നെ വാസിക്കും, അവൻ അതിനെല്ലാത്തിനും പേര് കൊടുത്താച്ചേ. കോടാനുകോടി, അതായത് കോടാനുകോടി എന്ന് ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെ നമുക്ക് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം നമുക്ക് എടുക്കാൻ മുടിയാതെ. അതാണ് കോടാനുകോടി. അത്രയും സ്വർഗത്തിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സ്വർഗദൂതന്മാർ വരും, അതിൽ നക്ഷത്രങ്ങൾ വരും, അതിൽ ഇന്ന് കാണുന്ന പിശാച് എല്ലാം അവൻ്റെ ഭാഗികൾ, ഇവർ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് ആരാൽ താൻ? ആണ്ടവരായ യേശു ക്രിസ്തുവിൽ. അന്നേരം ആണ്ടവരായ യേശു ക്രിസ്തു താൻ ഇതിനെ എല്ലാം സൃഷ്ടിച്ചത്. ഓക്കെ, എന്തിനു വേണ്ടി അവൻ സൃഷ്ടിച്ചു എന്ന് നമുക്ക് അടുത്ത അവന് സ്വർഗത്തിൽ അത് രണ്ടാം പിന്നെ കാണുക. ഇൻ ദ എർത്ത്, ഈ ഭൂമിയിൽ നമ്മൾ പാക്കുമ്പോൾ ഈ പലവിധമായ തിങ്സ് നമുക്ക് പാക്കാൻ പറ്റും. സ്വർണം, അതേപോലെ വെള്ളി, അതേപോലെ രത്നങ്ങൾ, ഇതെല്ലാം അല്ലെങ്കിൽ അതിലും ചിന്ന കാര്യങ്ങൾ എല്ലാം ഭൂമിയിലുള്ള എല്ലാ ഇളയാദികൾ എല്ലാമേ ആര് സൃഷ്ടിച്ചതാ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ സൃഷ്ടിച്ച. ഇങ്ങനെ താൻ ഓൾ തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒന്നുമേ മാറ്റിക്കൂടാൻ മുടിയാത്ത, നമുക്ക് മാറ്റാനേ പറ്റുകയില്ല. ഓൾ തിങ്സ് ഇൻ ദ എർത്ത് ആൻഡ് അത് മാത്രമല്ല അവന് അതായത് സമുദ്രവും നമ്മുടെ ഭൂമിയിൽ ഉള്ളതാൻ ആ സമുദ്രത്തിലുള്ള എല്ലാ ജീവികളും നിനക്ക് കാണാൻ പറ്റാത്ത ആ അഗാധമായ സമുദ്രത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജീവികളും, ഇതിൽ ഒന്നും താൻ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല പിന്നെ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, അത് കാണാവുന്നതും കാണാൻ വയ്യാത്തതും. നീ വിചാരിക്കുക നീ കാണാൻ വയ്യാത്തതുകൊണ്ട് ആണ്ടവർ സൃഷ്ടിച്ചതല്ല, അപ്പടിയല്ല. നിനക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ആര് സൃഷ്ടിച്ചതാണ്? ആണ്ടോ. നീ കാണുന്ന എല്ലാം ആര് സൃഷ്ടിച്ചത്? അതായത് ഈ മരങ്ങൾ, ഈ സസ്യങ്ങൾ, നമുക്ക് കാണാൻ പറ്റത്താണ്. വായു നമ്മൾ കണ്ടിട്ടിരിക്കുകയും ഈ ചൂട് നമ്മൾ കണ്ടിട്ടിരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് എല്ലാം എന്നൊക്കെ തേവപ്പെടുമോ അതെല്ലാമേ ആണ്ടവർ സൃഷ്ടിച്ചതാണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ മുടിയാതെ. എന്തുകൊണ്ട് ജീവിക്കാൻ മുടിയാതെ? കാരണം നമ്മുടെ നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണെന്നും ആണ്ടവരായ യേശു ക്രിസ്തുവിനെ എല്ലാമേ പൊടിയും. അവൻ എല്ലാമേ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാമേ തന്നെ, അതായത് വെജിറ്റബിൾസ്, നമ്മൾ മരങ്ങൾ, ഫലങ്ങൾ എല്ലാം. അതായത് നമുക്ക് ഒന്നുമേ ചൊല്ലാൻ പറ്റത്തില്ല ആണ്ടവർ ഇത് പണിയതല്ല, ഞാൻ തന്നെ ഇത് പണിയെന്ന് നമുക്ക് ചൊല്ലാൻ പറ്റത്തില്ല. അതായത് എല്ലാമേ ആര് പണിയതാ? ആണ്ടവരായ യേശു ക്രിസ്തു പണിത. അത് നിനക്ക് പാക്കാൻ പറ്റുമോ? പാക്കാൻ മുടിയാതോ? അത് ഒന്നുമേ ഇങ്ങനെ കാര്യമേ കിടക്കാതെ. അത് എല്ലാമേ ആര് പണിതാ?
ആണ്ടവരായ യേശു ക്രിസ്തു വെദർ ദേ ബി ത്രോൺസ് ഓർ ഡൊമീനിയൻ, അത് മറ്റുമല്ല നിങ്ങളുടെ രാജ്യം, അതായത് നീ പാക്കുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ രാജാവ്, അല്ലെങ്കിൽ പവർ, പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാം അതെല്ലാം കൺട്രോൾഡ് ബൈ ആരാണ്? അതെല്ലാം നോക്കുന്ന ആരാണ്? ആണ്ടവരായ യേശു ക്രിസ്തു താൻ. അവൻ താൻ ത്രോൺസ് ആൻഡ് ഡൊമീനിയൻസ്, അതായത് നമ്മൾ മലയാളത്തിൽ ഇപ്പടി വാസിക്കുക, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ. സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് കിരീടം, രാജാവ് ഇരിക്കുന്ന ത്രോണ്, അല്ലെങ്കിൽ ഇരിക്കുന്ന ആ സീറ്റ്, അല്ലെങ്കിൽ രാജാവിൻ്റെ അത് മാത്രമല്ല പവർ, അതായത് അല്ലെങ്കിൽ ഇന്നത്തെ പൊളിറ്റീഷ്യൻ ഇരിക്കുന്ന സ്ഥാനവും, ഇതെല്ലാമേ ആര് പണിയാച്ച? ആണ്ടവരായ യേശു ക്രിസ്തു. അത് മാത്രമല്ല ഡൊമിനിയൻസ് ഓർ പ്രിൻസിപ്പാലിറ്റീസ് എന്ന് ചൊല്ലിയ വാഴ്ചകൾ എന്ന് ചൊല്ലിയാൽ അത് നമുക്ക് പിടിയും. വാഴ്ചകൾ എന്ന് ചൊല്ലിയാൽ അത് താൻ ഈ പിശാച്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ വാഴ്ചകൾ. അതായത് നിങ്ങൾ വിചാരിക്കും ഈ പിശാചിനെ ആര് പണിയാച്ച്? അവൻ ഇത്രയും ശക്തിയോടെ നമ്മളോട് പ്രതികരിക്കുന്നു, ആണ്ടവർക്ക് എതിര് നിൽക്കുന്നു. ഇവരെയും ആര് പണിയാച്ച്? അത് വാഴ്ചകളെ ആര് പണിയാച്ച്? ആരുണ്ടാക്കിയാച്ച്? അല്ലെ അവർക്ക് സ്ഥാനം കൊടുത്ത ആര്? അത് ആണ്ടവരായ യേശു ക്രിസ്തു താൻ. അവൻ മൂലം മറ്റും താൻ അതെല്ലാം கிடைக்கும். അല്ലാതെ നിനക്ക് തന്നെത്താനെ ഒന്നുമേ கிடைக்க முடியாது. നീ വിചാരിക്കുക പറവായില്ല, ഇതെല്ലാം ഞാൻ നല്ല പൊളിറ്റീഷ്യനാ, അല്ലെങ്കിൽ ഞാൻ നല്ല പൈസ എനിക്ക് രമ്പ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ അല്ലല്ല, അല്ലെങ്കിൽ എനിക്ക് ശക്തി ഇരിക്കെങ്കിൽ പവർ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ വിജയം കൈവരിച്ച് അപ്പടിയല്ല. അല്ല ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ രാജാവായച്ച്, അല്ലല്ല, ഇതെല്ലാം തപ്പ് താൻ. ഇതെല്ലാം നിനക്ക് ആണ്ടവർ തന്നത് താൻ, അല്ലാതെ നീ തന്നെ നിനക്ക് നിന്റെ കഴിവ് കൊണ്ട് ഉണ്ടായതല്ല. ആണ്ടവർ താൻ നിന്നെ അംഗീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഡൊമിനിയൻ, പ്രിൻസിപ്പാലിറ്റി, പവർ, എല്ലാ ശക്തിയും, നീ പാക്കുന്ന എല്ലാ ശക്തിയും, അതായത് കറണ്ടാകട്ടെ, EB ആകട്ടെ, കറണ്ട്, അല്ലെങ്കിൽ നമുക്ക് തണ്ണിയാകട്ടെ, അത് പവറാണ്, ശക്തി. അല്ലെങ്കിൽ കാറ്റാകട്ടെ, അല്ലെങ്കിൽ നീ പാക്കോ, പലവിധമായ കാര്യങ്ങൾ നമ്മൾ പാക്കുമ്പോൾ എല്ലാത്തിങ്ങും ആരുതാൻ എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാച്ച് ആണ്ടവർ താൻ. എങ്കിലേക്ക് ഓൾ തിങ്സ് ക്രിയേറ്റഡ് ബൈ ഹിം ആൻഡ് ഫോർ ഹിം. അത് എല്ലാമേ ആരുണ്ടാക്കിയാച്ച്? ആണ്ടവരായ യേശു ക്രിസ്തു താൻ പണിയാച്ച്. അതായത് പുത്രൻ, താപ്പൻ്റെ പുത്രൻ ആയ യേശു ക്രിസ്തു. അത് നമ്മൾ 15-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചു. അവൻ താപ്പനായ ആണ്ടവർക്ക് രൂപമായ, അല്ലെങ്കിൽ അവൻ്റെ തനി രൂപമായ, അല്ലെ അവൻ തന്നെ താൻ ഇതെല്ലാം പണിയാച്ച്. എന്നാ പണിയാച്ച്? അവന് ക്രിയേറ്റഡ് ബൈ ഹിം, അവൻ മൂലം താനെല്ലാം പണിയാച്ച്. 2-ാമത്തെ വാക്യം എന്നാ നമ്മൾ വാസിക്കുന്നത്? ആൻഡ് ഫോർ ഹിം, അവന് വേണ്ടി എല്ലാമേ പണിയാച്ച്. അത് നീ വിചാരിക്കുന്ന ആണ്ടവർക്ക് ഇതെല്ലാം എത്തിയപ്പെടും, ആണ്ടവരുടെ മക്കൾക്ക് ഇതെല്ലാം ചെയ്യപ്പെടും. അതുകൊണ്ട് ആണ്ടവർ എല്ലാവർക്കും വേണ്ടി പണിയാച്ച്. അന്നേരം ഇതെല്ലാം പണിയത് ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ. അന്നേരം അവൻ താൻ സകല സൃഷ്ടിക്കും മുന്നമേ ആയവനും, അവൻ താൻ ഇതെല്ലാം പണിയവനും. അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. ആണ്ടവരുടെ നാം മഹിമപ്പാറാകട്ടെ. എൻ്റെ സമയം മുടിഞ്ഞാച്ച് ആണ്ടവരുടെ നാം മഹിമപ്പാട്. ആമേൻ.